നമസ്കാരം. ദർശന ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വിരുന്നിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്നിപ്പോഴുള്ളത് ഖത്തറിലാണ്. ദോഹയിലെത്തുമ്പോൾ നമുക്കൊരിക്കലും വിട്ടുപോകാനാവാത്ത ബന്ധമുള്ള വലിയ ഒരു ഓർഗനൈസേഷനുണ്ട് ഖത്തറിൽ, സ്കിൽസ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ. കലാസാംസ്കാരിക രംഗത്ത് കുട്ടികളുടെ വളർച്ച മുൻനിർത്തിക്കൊണ്ട് തന്നെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായ സ്കിൽസ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ ഇന്ന് മലയാളികൾ സ്വീകരിച്ചതുപോലെ തന്നെ വിവിധ രാജ്യക്കാരും ഇതിനെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയുണ്ടായി. ഇന്ന് വിരുന്നിൻ്റെ അതിഥി സ്കിൽസ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൻ്റെ ഡയറക്ടർ മിസ്റ്റർ PN ബാബുരാജ് സാറാണ്. അദ്ദേഹം ഖത്തറിലെ പല സാംസ്കാരിക രംഗത്ത് വളരെ പ്രശസ്തനായ വ്യക്തിയാണ്. വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാം വിരുന്നിലേക്ക് സാറിനെ. സാർ നമസ്കാരം. താങ്ക് യു വെരി മച്ച്. എങ്ങനെയായിരുന്നു സ്കിൽസ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൻ്റെ ഒരു തുടക്കം, അതിൻ്റെ ഒരു ആശയം? പൊതുവെ പ്രവാസികൾ കലാ ആസ്വാദകരാണ്. ഇപ്പോൾ പ്രവാസികൾക്കിടയിൽ വലിയ വലിയ കലാകാരന്മാർ വളരെ കുറവായിരിക്കാം, പക്ഷേ കല ആസ്വദിക്കാൻ കഴിവുള്ള ആളുകൾ വളരെയധികമുണ്ട്. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത ഒരു കാര്യം തന്നെയാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മളൊക്കെ കേരളത്തിൽ ജനിച്ച് വളരുമ്പോൾ പല കലകളും നമ്മൾ ആസ്വദിക്കുന്നത് ചിലപ്പോൾ അമ്പലങ്ങളിൽ നടക്കുന്ന സംഗീതോത്സവത്തിൻ്റെ ഭാഗമായിട്ടാവാം, നൃത്തോത്സവത്തിൻ്റെ ഭാഗമായിട്ടാവാം, അല്ലെങ്കിൽ സൂര്യ ഫെസ്റ്റിവലിനെ പോലുള്ള വലിയ സംഗമങ്ങളിൽ എത്തിച്ചേർന്നിട്ടാവാം. പക്ഷേ ഖത്തറിലെത്തിയപ്പോൾ പലപ്പോഴും മനസ്സിൽ തോന്നിയിട്ടുള്ള കാര്യമാണ്, കാരണം ഇതിൻ്റെ ഒരു ട്രെയിനിങ് സെൻറ്റർ കുട്ടികൾക്ക് നല്ല കാര്യം, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ശാസ്ത്രീയ സംഗീതത്തിലും ശാസ്ത്രീയ നൃത്തങ്ങളിലുമൊക്കെ വളരെ പ്രാഗൽഭ്യം തെളിയിച്ച അധ്യാപകരെ കൊണ്ടുവന്നിട്ട് നല്ല ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥാപനം കെട്ടിപ്പടുക്കണമെന്നൊരാഗ്രഹം വളരെ കാലഘട്ടമുണ്ടായിരുന്നു. പലപ്പോഴും ഇതുപോലെ തുടങ്ങിയിട്ടുള്ള ചില സ്ഥാപനങ്ങളൊക്കെ നമ്മൾ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും അപ്പോൾ അവിടുത്തെയൊക്കെ അവസ്ഥകൾ നമുക്ക് പലപ്പോഴും ചിലതൊക്കെ വളരെ സന്തോഷം ഉണ്ടാക്കും, ചിലതൊക്കെ വളരെ എന്താ പറയുക, അത്രയൊന്നും നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കില്ല. എന്നുവെച്ചാൽ പല കാരണങ്ങൾ കൊണ്ട്, പ്രത്യേകിച്ച് ഇതൊക്കെ സാമ്പത്തികമായിട്ട് റിലേറ്റഡാണ്. അപ്പോൾ ഫീസ് സ്ട്രക്ചർ അത് കറക്റ്റായിട്ട് ലഭിക്കാണ്ടാവുമ്പോൾ സ്ഥാപനം പൂട്ടിപ്പോകുന്നത്, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല വിഷയങ്ങൾ നമ്മൾ അവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് നല്ല നിലയ്ക്ക് നടക്കുന്ന സ്ഥാപനം നടത്തിക്കൊണ്ടുപോകണം എന്നുള്ള തന്നെയായിരുന്നു മനസ്സിൻ്റെ ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടുന്ന ഒരു സ്ഥാപനം കണ്ടെത്തുകയും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ലൈസൻസിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും പല ഓഫീസുകളിലും കയറിയിറങ്ങുകയും പലർക്കും അങ്ങനത്തെ ധാരണയില്ല. കാരണം എന്താണ് ഇന്ത്യൻ ആർട്ട് പഠിപ്പിക്കുന്നൊരു സ്കൂൾ, അങ്ങനെ ഒരു ആശയം ഖത്തർ അതോറിറ്റിയുടെ കയ്യിലില്ല. അപ്പോൾ ഞങ്ങൾ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ മുതൽ പല അധികാര സ്ഥാനങ്ങളിൽ ഞങ്ങൾ കയറി ഇറങ്ങിയെന്നല്ലാതെ അതിൻ്റെ എന്താണ് പ്രോസസ്സിങ്ങൊന്നും നടന്നില്ല. പക്ഷേ പിന്നെ അതൊക്കെ അത് എന്താ പറയുക, അത് ഒരു കാലഘട്ടമായിരുന്നു. 2002 ഇത്രയൊന്നും ഖത്തറിൽ ഇത്തരം കലകളെ സ്വീകരിക്കുന്ന വിധത്തിലുള്ള ഒരു സമ്പ്രദായം രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ സ്കൂൾ തലത്തിലൊക്കെ ഇതുണ്ടെങ്കിൽ പോലും ഇത് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടേ വിജയിപ്പിക്കാൻ കഴിയും എന്ന ഒരവസ്ഥ റിയലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൽസിൻ്റെ വരവോടുകൂട്ടാണ് ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾ നല്ല അധ്യാപകരെ കൊണ്ടുവന്നു, കുട്ടികളെ വളരെയധികം കുട്ടികളെ ഇവിടെ ജോയിൻ ചെയ്തു. അപ്പോൾ അതൊക്കെ അവർക്കൊക്കെ നല്ല ട്രെയിനിങ് കൊടുക്കാൻ കഴിഞ്ഞു. പിന്നെ പടിപടിയായിട്ടുള്ള വളർച്ച തീർച്ചയായിട്ടുണ്ടായി. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ 12 വർഷം ആയി. 10ാം വാർഷികം നമ്മൾ വളരെ കേമമായിട്ട് അൽഖസർ ക്ലബ്ബിൽ ആഘോഷിച്ചു. ഞങ്ങളൊരു സോവനീർ ഞങ്ങൾക്ക് 10 വർഷത്തെ ഞങ്ങളുടെ എക്സ്പീരിയൻസ് പങ്കുവെച്ച് കൊണ്ടിറക്കാൻ കഴിഞ്ഞു. പക്ഷേ പിന്നീട് അങ്ങോട്ട് നമുക്ക് അറിയുവാൻ സാധിച്ചത് അറബികളും അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ പല മേഖലകളിലുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരും ഇതിനെ ഏറ്റെടുത്തു എന്നുള്ളതാണ്. താങ്കളുടെ അഭിപ്രായം? ഞങ്ങളുടെ ആരംഭഘട്ടത്തിൽ തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ കീബോർഡ്, മോഡേൺ ഡാൻസൊക്കെ പഠിപ്പിക്കാൻ ഇവിടെ ചേർന്നിട്ടുണ്ട്. അപ്പോൾ അത് കരാട്ടെ പഠിക്കാൻ വളരെയധികം കുട്ടികൾ ഇപ്പോൾ കേരളത്തിൽ നിന്ന് മാത്രമല്ല, നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ഇപ്പോൾ പലസ്തീൻ, ഈജിപ്ത്, ഈവൻ ഖത്തർ കുട്ടികളടക്കം കരാട്ടെ പഠിക്കാൻ വേണ്ടി ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ഡാൻസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്ത ദിവസമാണ് ഒരു സുഡാനി ഫാമിലി, അവിടെ 2 പെൺകുട്ടികളെ അവർക്ക് ഇന്ത്യൻ മോഡേൺ ഡാൻസ് പഠിക്കുന്ന സ്ഥലം അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അങ്ങനെ സൈറ്റിൽ അവർ നമ്മളുടെ അഡ്രസ്സ് കണ്ട് അന്വേഷിച്ച് ഇവിടെ വന്നിട്ട് കുട്ടികളെ എൻറോൾ ചെയ്യിപ്പിച്ചു. അപ്പോൾ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ
കൾച്ചർ അത് ലോകത്തിന് എല്ലാവർക്കും അറിയാം. ശരിയാണ്, ചിലപ്പോൾ നമ്മൾ റീച്ച് ചെയ്യണ്ടാവില്ല. കാരണം അത്രയും വലിയൊരു കമ്മ്യൂണിറ്റിയിലേക്ക് ചിലപ്പോൾ റീച്ച് ചെയ്യാൻ നമുക്ക് കഴിയാത്തതുകൊണ്ടായിരിക്കാം അവരുടെയൊക്കെ എൻറോൾമെൻറ്റ് കുറയുന്നത് എന്ന് വിചാരിച്ച് തീരെ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതുപോലുള്ള കുട്ടികൾ പലപ്പോഴും ജോയിൻ ചെയ്തിട്ടുണ്ട്, അവരൊക്കെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്കൊരിക്കൽ അനുഭവം ഉണ്ടായിട്ടുള്ള ഒരു ഫിലിപ്പീനോ കുട്ടി വന്ന് ചേർന്നിട്ട് നമ്മൾ സമ്മർ വർക്ക്ഷോപ്പിൽ ചേർന്നിട്ട് പിന്നെ ആ കുട്ടി എന്താ പറയുക ഇംഗ്ലീഷ് പാട്ട് പാടി, മലയാളം പാട്ട് പാടി, അതിനോടൊപ്പം തന്നെ ഹിന്ദി പാട്ട് ഡാൻസൊക്കെ കളിച്ചിട്ടാണ് ഇവിടുന്ന് പിരിഞ്ഞു പോകുന്നത്. അപ്പോൾ ദാറ്റ് മീൻസ് കലയ്ക്ക് അങ്ങനെ ഒരു അതിർത്തി നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ല. കല പരിപോഷിപ്പിക്കേണ്ട ഒരാവശ്യകത എത്രമാത്രമുണ്ട്? കാരണം കുട്ടികളിൽ ഈ ഒരു കലാവാസന ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി ഈ ഒരു യുഗത്തിൽ അത് വളർത്തിയെടുക്കേണ്ട ആവശ്യകത എപ്പോഴെങ്കിലും താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും പേരൻസ് മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസ് അത് കുട്ടികളുടെ സ്കൂൾ വിഷയങ്ങൾ പോലെ തന്നെ ഒരു വിഷയമായിട്ട് പരിഗണിക്കപ്പെടേണ്ടതാണ്. കാരണം ഒന്നും ചെയ്യാനില്ലാത്തൊരു കുട്ടിക്കാണ് എന്താണ് ചെയ്യേണ്ടത് എന്ന ധാരണയുടെ ഭാഗമായിട്ട് മൊബൈലിൽ എപ്പോഴും ഗെയിംസിലിരിക്കുക, അല്ലെങ്കിൽ എപ്പോഴും ലാപ്ടോപ്പ് തുറന്ന് ചാറ്റ് ചെയ്യാതിരിക്കുക. അതിനകത്ത് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയുന്ന പേരൻസ് കുട്ടികളെ ആ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ അവരുടെ സ്പെയർ ടൈമിൽ ഇത്തരം കലകളുമായി ബന്ധപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾക്കുണ്ടാകുന്ന കോൺസെൻട്രേഷൻ, അതുപോലെ തന്നെ കുട്ടികൾക്കുണ്ടാകുന്ന കോൺഫിഡൻസ്, ഇത് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. കാരണം വെച്ചാൽ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുന്ന എന്തിലാവട്ടെ പെർഫോം ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഉള്ള കോൺഫിഡൻസ് പെർഫോം ചെയ്യാൻ കഴിയാത്തൊരു കുട്ടിക്ക് ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം വെച്ചാൽ പലപ്പോഴും എനിക്ക് അനുഭവമുണ്ട്. ഇപ്പോൾ പല കുട്ടികളും സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്തിട്ട് വരുമ്പോൾ അവരുടെ മുഖത്തുള്ള സന്തോഷം, അതുപോലെ തന്നെ അവരുടെ മുഖത്തുള്ള എന്താ പറയുക ഒരു സമർപ്പണ ബോധം, അത് വളരെ ഇമ്പോർട്ടൻ്റായിട്ട് കാണാൻ പേരൻസിന് കഴിയണം. അപ്പോൾ അതിലൊക്കെ സഹകരിക്കാതെ ഞങ്ങൾക്ക് അതിനൊന്നും ആവശ്യമില്ല, ഞങ്ങൾക്ക് കുട്ടികളെ ഡോക്ടറോ എഞ്ചിനീയറോ മാത്രം ആക്കണ്ടോ എന്ന് തീരുമാനിച്ചിട്ട് വീട്ടിലിരിക്കുന്ന കുറേ പേരൻസ് ഉണ്ട്. പക്ഷേ അവരുടെയൊക്കെ ഒരു വിഷയം എന്ന് വെച്ചാൽ കുട്ടികളുടെ പഠിപ്പ് കഴിഞ്ഞിട്ടുള്ള സമയം അവർ കൂടുതലും ചിലവാക്കുന്നത് അച്ഛനോടോ അമ്മയോടോ ചാറ്റിങ് ചെയ്തിട്ടല്ല. അവരവരുടെ മൊബൈലിലിരിക്കുന്നു, ഗെയിംസ് കളിക്കുന്നു, അല്ലെങ്കിൽ മറ്റ് ലാപ്ടോപ്പിലിരിക്കുന്നു, അതുപോലുള്ള അവരുടെ മറ്റു ചില കാര്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അത് പിന്നെ കൂടിയിട്ട് അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാത്ത ഒരു ഘട്ടത്തിലേക്ക് മാറുന്നു. പക്ഷേ ഇവിടെ വരുന്നൊരു കുട്ടിയോട് ഞങ്ങൾ ടീച്ചേഴ്സൊക്കെ അവർ പഠിപ്പിക്കുന്നു. ആ പഠിപ്പിക്കുന്ന കാര്യങ്ങളിലൊപ്പം തന്നെ കുട്ടികൾക്ക് വിടുന്ന വളരെ നല്ല കാര്യങ്ങൾ ടീച്ചർമാർ പറഞ്ഞു കൊടുക്കുന്നുള്ളതാണ് എൻ്റെ അനുഭവം. ഇപ്പോൾ എൻ്റെ മകളിവിടെ വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ മകൾ എന്ന നിലയ്ക്കല്ല, ഇപ്പോൾ ഇവിടുത്തെ പാട്ട് ടീച്ചർ അവൾക്ക് പാട്ട് കഴിഞ്ഞിട്ട് പേരൻസ് വരുന്ന സമയം വരെ ഇവൻ പറഞ്ഞ മഹാഭാരത കഥകളടക്കം കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് അതൊക്കെ എൻ്റെ മകൾ എന്നോട് പറയണം, അച്ഛൻ അങ്ങനെ കർണൻ്റെ കഥ, അച്ഛ അങ്ങനെ അർജുൻ്റെ കഥ. അപ്പോൾ ദാറ്റ് മീൻസ് ഇപ്പോൾ ഏതൊരു വിഷയം പഠിപ്പിക്കുന്ന ടീച്ചറായാലും അവരുടെ സ്പെയർ ടൈം ആ അധ്യാപകയ്ക്കുള്ള ആ മികവിൻ്റെ ഭാഗമായിട്ടുള്ള എന്താ പറയുക ഒരു എന്താ കുട്ടികളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം അവർ നടത്തുന്നതാണ്. ഇവിടെ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർ ഈ മേഖലയിൽ എത്രമാത്രം പ്രാവീണ്യം നേടിയവരാണ്? അതിനെക്കുറിച്ചൊന്ന് പറയാം. കൂടുതൽ ആകർഷിക്കപ്പെട്ട ഒരു കോഴ്സാണ് ഡാൻസ്, പ്രത്യേകിച്ച് ക്ലാസിക്കൽ ഡാൻസ്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് 3 ടീച്ചർമാരുണ്ട്. ഈ 3 ടീച്ചർമാരും കേരള കലാമണ്ഡലത്തിൽ നിന്ന് ബിരുദെടുത്ത ആളുകളാണ്. ഒരു കുട്ടി MA കഴിഞ്ഞ കുട്ടിയാണ്, അതുപോലെ തന്നെ മറ്റേ കുട്ടി BA കഴിഞ്ഞതാണ്, മറ്റു 2 പേരും BA കഴിഞ്ഞാണ്. അതുപോലെ തന്നെയാണ് മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഇവിടെ പാട്ട് പഠിപ്പിക്കുന്ന കുട്ടി കലാമണ്ഡലത്തിൽ MA കഴിഞ്ഞ കുട്ടിയാണ്. ഇപ്പോൾ ഹിന്ദുസ്ഥാനി തബല പഠിപ്പിക്കുന്ന സാറ്, അദ്ദേഹം ബൽഗാം സ്വദേശിയാണ്. അദ്ദേഹം അതിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. കാരണം ഇന്ത്യൻ കലകളിൽ അതുപോലെ എസ്പെഷ്യലി ഹിന്ദുസ്ഥാനി ബേസ്ഡ് ആയിട്ടുള്ള കലകളിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹമാണ് ഇവിടെ തബല പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സാറാണ് ഇവിടെ ഹാർമോണിയവും ഹിന്ദുസ്ഥാനി വോക്കലും പഠിപ്പിക്കുന്നത്. കീബോർഡ് പഠിപ്പിക്കുന്ന സാറ് 5th ഗ്രേഡ് റോയൽ അക്കാദമിയിൽ നിന്ന് 5th ഗ്രേഡിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കരാട്ടെ അദ്ദേഹം JSK എന്ന് പറയുന്ന ജപ്പാൻ ബേസ്ഡ് കരാട്ടെ ഫെഡറേഷൻ്റെ 6th ഗ്രേഡിലെ സാറാണ്. 6th ഡാനാണ്. ഇപ്പോൾ ഈ 6th ഡാൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരുവിന് പോലും 8 or 7 or 8 ആണ് ഉള്ളത്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഓൾറെഡി 6 എടുത്തു. അത്രയും ഹാർഡായിട്ട് ട്രെയിനിങ്ങാണത്. അപ്പോൾ ഓരോ വർഷവും പോകുമ്പോഴും അദ്ദേഹം 2 മാസത്തോളം കോയമ്പത്തൂർ പോയിട്ട് അതിൻ്റെ ട്രെയിനിങ് സെൻറ്ററിൽ നിന്ന് അത് പഠിച്ച് ഒരു ഡാൻ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ അത്രയും പ്രാഗൽഭ്യം തെളിയിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തുടങ്ങിയ സമയം മുതൽ സാറിവിടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത് ഊഹിക്കാം. 10-250 സ്റ്റുഡൻസ് അദ്ദേഹത്തിന് കരാട്ടയ്ക്കായിട്ടുണ്ട്. എല്ലാ ദിവസവും
4 മണിക്കൂർ 2 സെഷനായിട്ട് കരാട്ടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ കരാട്ടയുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ കരാട്ടയും കുട്ടികൾക്ക് മാത്രമായിട്ടാണോ ഉള്ളത്, അതോ മുതിർന്നവർക്ക് എന്തെങ്കിലും പ്രയോജനപ്രദമായ രീതിയിൽ സ്കിൽസ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ പ്രവർത്തിക്കാറുണ്ട്? എല്ലാം ഇവിടെ അഡൽട്ട്സും വരുന്നുണ്ട്. ഇപ്പോൾ നൃത്തത്തിന് കുറച്ച് ഹൗസ് വൈഫ്സ് വരുന്നുണ്ട്, രാവിലെയായിട്ടും ഈവനിങ്ങിലായിട്ട് ക്ലാസ്സിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ കരാട്ടയ്ക്ക് സ്പെഷ്യൽ കോഴ്സ് തന്നെ വലിയവർക്ക് വേണ്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക്കിന് പല ആളുകളും പങ്കെടുക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അവരൊക്കെ പലപ്പോഴും ഞങ്ങൾ വേദിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ വേദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഇന്ത്യൻ എംബസിയുടെ ICBFന് വേണ്ടിയിട്ട് ഞങ്ങൾ പരിപാടി ചെയ്തിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയറിൻ്റെ സ്റ്റേജിൽ നാഷണൽ ഡേ പ്രോഗ്രാമിൽ ഞങ്ങൾ പരിപാടി ചെയ്തിട്ടുണ്ട്. അതുപോലെ ലേബേഴ്സ് ഡേക്ക് ഞങ്ങൾ സ്കിൽസ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ പരിപാടി ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ മിനിസ്ട്രി ഓഫ് കൾച്ചർ ആൻഡ് ഹെറിറ്റേജിൻ്റെ സ്റ്റേജുകൾ പലപ്പോഴായിട്ട് ഞങ്ങൾ പോയി പെർഫോം ചെയ്യാറുണ്ട്. കാരണം വെച്ചാൽ അവരുടെ ഇൻവിറ്റേഷൻ പ്രകാരം ഞങ്ങളുടെ കുട്ടികൾ അവിടെ പോയിട്ട് അവരുടെ സ്റ്റേജിൽ പെർഫോം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയറിൻ്റെ സ്റ്റേജിൽ അവരുടെ ഇൻവിറ്റേഷൻ പ്രകാരമാണ് ഞങ്ങൾ പോയിട്ട് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അത് വലിയ ജനക്കൂട്ടത്തെ, കാരണം വെറും ഇന്ത്യക്കാർ മാത്രമല്ല, ഒരു വലിയ ജനക്കൂട്ടത്തെ സ്വാധീനിക്കുന്ന വിധത്തിലാണ് ഞങ്ങളുടെ കുട്ടികളുടെ പെർഫോമൻസ് അവിടെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും ഞങ്ങൾ വിളിക്കുന്നത്. ഇപ്പോൾ മിനിസ്ട്രി ഓഫ് കൾച്ചറിൽ പോയിട്ട് ഒരു ഇന്ത്യൻ കലകളുമായി ബന്ധപ്പെടുന്ന ഒരു പരിപാടി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവർ വിളിക്കുന്നത് സ്കിൽസ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിനെയാണ്. അപ്പോൾ അത് ഒക്കെ ഞങ്ങളുടെ സ്ഥാപനത്തിനും അതുപോലെ തന്നെ ഞങ്ങളുടെ ഇൻസ്ട്രക്ടേഴ്സിനുള്ള ഒരു കോൺഫറൻസിനാണ്. ഇപ്പോൾ ഇവിടെ അടുത്ത കാലത്ത് രാജശ്രീ വാര്യർ ഇവിടെ സന്ദർശിച്ചു. അവർ വേറൊരു പരിപാടിക്ക് വന്നതാണ്. ഞങ്ങൾ അവർക്ക് അവരുടെ ബിസി ഷെഡ്യൂളിൽ ഞങ്ങൾ ഒരു 5 മിനിറ്റ് ഞാൻ അവർ പറഞ്ഞു, ഓക്കെ ഞാൻ തന്നെ ഉൾക്കൊള്ളുന്നൊരു സംഘടനയാണ് അത് പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മേഡം ഒരു 5 മിനിറ്റ്സ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ മേഡം വന്നു. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു പരിപാടി ഞങ്ങൾ അവരെ വെൽക്കം ചെയ്യുന്നത് തന്നെ ഇവിടുത്തെ തബല സാറ് ഒരു 5 മിനിറ്റിൻ്റെ ഒരു പെർഫോമൻസിലൂടെയാണ്. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവർ സ്നേഹിക്കുന്ന ഒരു കല കൊണ്ട് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു സ്ഥാപനം അവരെ സ്വാഗതം ചെയ്യുന്നത്. അത് അവർ ജീവിതത്തിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ആ 5 മിനിറ്റ്സ് അവർ ശരിക്കും ആസ്വദിച്ചു. അപ്പോൾ ദാറ്റ് മീൻസ് അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞു, ഓക്കെ, കാരണം എനിക്കത് ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു, അത് നിങ്ങളെ വിഷനാണ് അത് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞു, എൻ്റെ വിഷനേക്കാൾ ഇമ്പോർട്ടൻറ്റ് എനിക്ക് അത് ചെയ്യാൻ പറ്റുന്ന ആർട്ടിസ്റ്റുകൾ എൻ്റെ സ്ഥാപനത്തിനുള്ള കോൺഫിഡൻസാണ്. അതെ 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 പറഞ്ഞു. അപ്പോൾ ആ കോൺഫിഡൻസ് എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. എൻ്റെ എല്ലാ അധ്യാപകരെയും എനിക്ക് വളരെ വിശ്വാസമാണ്. അതുപോലെ തന്നെ അവർക്ക് ഞങ്ങളും ഭയങ്കര വിശ്വാസമാണ്. കാരണം ചിലപ്പോൾ ഞങ്ങളെ വിശ്വസിച്ചിട്ട് നാട്ടിൽ നിന്ന് ഇപ്പോൾ അധ്യാപികമാരെയൊക്കെ ഞങ്ങൾ വിശ്വസിച്ച് ഇവിടെ വിടുന്നു. അപ്പോൾ ഞങ്ങൾ അവരെ കറക്റ്റായിട്ട് എല്ലാവിധ ഒരു ഫാമിലി പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് തന്നെ അവർക്ക് താമസ സൗകര്യവും അവരുടെ ശമ്പളവും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അപ്പോൾ അതൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും. കാരണം മറ്റൊരു കമ്പനി നടത്തുന്ന പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ പ്രത്യേകിച്ച് കലാപരമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ, കാരണം കെമിസ്ട്രിക്കും ഫിസിക്സിനും മാത്തമെറ്റിക്സിനും ഒക്കെ അതിൻ്റെ സിലബസ് ഉണ്ട്. ആ സിലബസിനനുസരിച്ചിട്ടുള്ള എക്സാം സെൻറ്ററുകളുണ്ട്. ഇവിടെ അതൊന്നുമില്ല. ഇവിടെ ടീച്ചേഴ്സിന് അറിയുന്ന കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുകയും അതിൽ അവരെ മാക്സിമം ഫീഡ് ചെയ്തുകൊണ്ട് അവർക്ക് പെർഫോം ചെയ്യാനുള്ള കോൺഫിഡൻസും കൊടുക്കുക എന്നുള്ളതാണ് സ്കിൽസ് ഡെവലപ്മെൻറ്റിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്, ഞങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്നുണ്ട്. സാർ, ഇനി സ്കിൽസ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൻ്റെ അംഗീകാരങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഏതൊക്കെ മേഖലകളിൽ നിന്ന് നമ്മളെ അംഗീകരിച്ചിട്ടുണ്ട്, നമുക്കുള്ള എന്താ പറയുക അഫിലിയേഷൻസിനെ കുറിച്ചൊന്ന് വ്യക്തമാക്കും. ഞങ്ങളിവിടെ വർക്ക് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് കൾച്ചർ ആൻഡ് ഹെറിറ്റേജ്, ഖത്തറിലെ മിനിസ്ട്രി ഓഫ് കൾച്ചർ ആൻഡ് ഹെറിറ്റേജിൻ്റെ അഫിലിയേഷനോട്ടാണ് വർക്ക് ചെയ്യുന്നത്. കേരളത്തിൽ നിന്നാണെങ്കിൽ ഞങ്ങൾക്ക് കേരള സംഗീത നാടക അക്കാദമിയുടെ അഫിലിയേഷൻ ഉണ്ട്. അതുപോലെ തന്നെ BSSൻ്റെ അഫിലിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവരുടെ ഇവിടുത്തെ സോൾ എക്സാം സെൻ്ററാണ്. ഞങ്ങളെ കുട്ടികളെ അവിടെ രജിസ്റ്റർ ചെയ്യുന്നു, താല്പര്യമുള്ള കുട്ടികളെ അവിടെ രജിസ്റ്റർ ചെയ്യുന്നു. ആ രജിസ്ട്രേഷൻ അനുസരിച്ചിട്ടുള്ള സിലബസും കാര്യങ്ങളും അവർ അയച്ചിരുന്നു. അപ്പോൾ അതിനുള്ള ട്രെയിനിങ് ഞങ്ങൾ ടീച്ചേഴ്സ് കൊടുത്ത് കുട്ടികൾക്ക് ഓരോ വർഷവും എക്സാം എഴുതി ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ലഭിക്കാനുള്ള ഒരു സംരംഭമായിട്ടാണ് BSSൻ്റെ പ്രവർത്തനം.
അപ്പോൾ അതിൽ ഇവിടുന്ന് ഇപ്പോൾ 1 ഇയർ എക്സാം കഴിഞ്ഞ് ഇപ്പോൾ സെക്കൻഡ് ഇയറിലെ കുട്ടികൾ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 വർഷത്തെ കോഴ്സുണ്ട്, 2 വർഷത്തെ കോഴ്സുണ്ട്. അപ്പോൾ അത് ഇവിടുത്തെ കുട്ടികൾക്ക് ഇപ്പോൾ അവരുടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഇത്തരം ഏതെങ്കിലും ഒരു കലയിൽ, ഇപ്പോൾ നൃത്തത്തിലോ അല്ലെങ്കിൽ ഡ്രോയിങ്ങിലോ പാട്ടിലോ ഏതെങ്കിലും ഒരു കലയിൽ ഒരു ഡിപ്ലോമ കൂടി ലഭിക്കാനുള്ള സാഹചര്യമാണ് അതുവഴി ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ അതിന് ഞങ്ങൾ കൊടുക്കേണ്ട വില കുറച്ച് കൂടുതലാണ്. സാമ്പത്തികമായിട്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് അധികമാണ്. കാരണം ഞങ്ങൾ അവിടെ നിന്ന് എക്സാമിനർ കൊണ്ടുവരണം, അതുപോലെ തന്നെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് അവിടുത്തെ സാറുമാർ കൊണ്ടുവരണം. പക്ഷെ അതിലൊക്കെ ഞങ്ങൾ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഇതൊരു അവസരമാണ്. കാരണം കലയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരവസരമായിട്ട് തന്നെയാണ് ഇതിൻ്റെ 3 ഡയറക്ടേഴ്സ്, ഇപ്പോൾ ഞാനായാലും എൻ്റെ മറ്റ് 2 ഡയറക്ടേഴ്സായിട്ടുള്ള ജലീലായാലും വിജയകുമാറൊക്കെ ആഗ്രഹിക്കുന്നത് ഇത് ഞങ്ങളുടെ പാഷനാണ്. ആ പാഷൻ ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. ഒരുപാട് പ്രവർത്തന മേഖലകളുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളെ എന്താ കൊണ്ടുപോവുക അല്ലെങ്കിൽ അവരുടെ ലോകത്തിലേക്ക് അനയിക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതെല്ലാം എങ്ങനെ ഓർഗനൈസ് ചെയ്തു എന്നും സാറിന് പറയാം. ഇവിടുത്തെ പ്രധാന അധ്യാപകരെ കണ്ടിട്ട് നിങ്ങൾ സംസാരിക്കുന്നതായിരിക്കും. കാരണം അവർക്ക് എന്നേക്കാൾ കൂടുതൽ അതിനെപ്പറ്റി പറയാനുണ്ടാവും. കാരണം അവരാണ് ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്. ഞങ്ങൾ ഫെസിലിറ്റി കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. ഇത് അവരുടെ അധ്വാനമാണ്, അവരുടെ എന്താ പറയുക, അവരുടെ കഴിവാണ് ഇവിടെ പ്രകടമാകുന്നത്. സ്കിൽസ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 12 ഇയേഴ്സ് കംപ്ലീറ്റഡ് ആണ്. ഇപ്പോൾ ഇവിടെ ഡാൻസ്, മ്യൂസിക്, കരാട്ടെ, യോഗ, ഡ്രംസ്, ഇൻസ്ട്രുമെൻറ്റ് മ്യൂസിക് ആയിട്ടുള്ള കീബോർഡ്, ഗിറ്റാർ, പിയാനോ, തബല, ഹിന്ദുസ്ഥാനി വോക്കൽ, കർണാട്ടിക് വോക്കൽ ഇതെല്ലാമാണ് നമുക്ക് റെഗുലർ ക്ലാസ് ആയിട്ട് നടക്കുന്നത്. കൂടാതെ കുട്ടികളുടെ വെക്കേഷൻ ടൈമിൽ സമ്മർ ക്യാമ്പ്, വിൻ്റർ ക്യാമ്പ് എല്ലാം നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ ഞങ്ങൾ തന്നെ ഒരുവിധം എല്ലാ മാസങ്ങളിലും ഇവിടുത്തെ കുട്ടികൾ റെഗുലർ ക്ലാസ്സിലെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ കല കുറച്ചുകൂടി പരിപോഷിപ്പിക്കാനും സ്റ്റേജ് ഫിയർ, സഭാകമ്പം മാറ്റുന്നതിനും വേണ്ടി നമ്മളുടെ തന്നെ സ്റ്റേജിൽ മാസത്തിൽ ഒരു പ്രോഗ്രാം വീതം കണ്ടക്ട് ചെയ്യാറുണ്ട്. എന്തായാലും സാർ വളരെയധികം സന്തോഷം. കാരണം ദേവികൻ കലാമണ്ഡലം എന്ന് പറയുന്നത് വലിയൊരു കലാകാരിയാണ്. അവരുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി സ്കിൽസ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൻ്റെ ഒരു വളർച്ച, അതെങ്ങനെയാണ് അത് ഓർഗനൈസ് ചെയ്യുന്നതെന്ന്. ഇനി സാറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, സാറിപ്പോൾ സ്കിൽസ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ എന്ന് പറയുന്ന വലിയൊരു സംരംഭത്തിൻ്റെ ഡയറക്ടറാണ്. അതോടൊപ്പം തന്നെ താങ്കളുടെ മറ്റ് ആക്ടിവിറ്റീസ്, മറ്റു പ്രവർത്തന മേഖലകൾ ഒന്ന് വിശദമാക്കാം. ബൈ ബർത്ത് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫാമിലി തന്നെ ഒരു പൊതു പ്രവർത്തകന്മാരുടെ കൂടുതലൊരു ഫാമിലിയാണ്. അപ്പോൾ പൊതുപ്രവർത്തനം ഞാൻ തുടങ്ങുന്നത് എൻ്റെ കുടുംബത്തിൽ നിന്നാണ്. അത് ഞാനിവിടെ ഖത്തറിൽ വന്നപ്പോഴും വളരെ സജീവമാണ്. ഇപ്പോൾ സംസ്കൃതി എന്ന ഓർഗനൈസേഷൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് വളരെയധികം കാലം, കഴിഞ്ഞൊരു 3 ടേം ഞാൻ ഇരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇന്ത്യൻ കൾച്ചർ സെൻറ്ററിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ ഞാൻ 4 വർഷം ഉണ്ടായിരുന്നു. ICBF എന്ന ഇന്ത്യൻ എംബസിയുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുന്ന സംഘടനയിൽ ഞാൻ 2 വർഷം മാനേജ്മെൻറ്റിലുണ്ടായിരുന്നു. പിന്നെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ വളരെ സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഭവൻസ് പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് പുതിയ ഒരു സംരംഭമാണ്. അപ്പോൾ അത് പത്മശ്രീ അഡ്വക്കേറ്റ് CK മേനോനാണ് അതിൻ്റെ ചെയർമാൻ. അപ്പോൾ അതിലൊക്കെ ഞാൻ വളരെ സജീവമായിട്ട് പങ്കെടുത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഖത്തറിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ പല വിഷയങ്ങളിലും നമുക്ക് നേരിട്ട് ഇടപെടാനും അതിന് പരിഹാരം ചെയ്തു കൊടുക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മളുടെ ഒരു കഴിവ് എന്നതിനേക്കാൾ അപ്പുറം ഞാൻ സഹകരിക്കുന്ന കൂട്ടായ്മയുടെ ഒരു സപ്പോർട്ട് പലപ്പോഴും അതിന് ലഭിക്കുന്നതാണ് ഇതൊക്കെ വിജയിക്കാൻ മുഖ്യമായിട്ടും കാരണമാകുന്നത്. അതിൽ നിന്ന് ഒരിക്കലും ഇപ്പോൾ നമ്മൾ പറയില്ലേ, നമ്മളുടെ ഒരു ജീവിത പാതയിൽ ഒരിക്കലും അതിൽ നിന്ന് നമുക്ക് പിന്നോക്കം പോകാൻ കഴിയില്ല. കാരണം അത് ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ ബർത്തിൽ വന്നാണ്, അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പല ആളുകളും ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് എന്തുകൊണ്ട് ഇവർക്കൊക്കെ ഒരു കുറച്ച് സമയം ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചുകൂടാ തോന്നാറുണ്ട്. പക്ഷേ അവർ മാറ്റിവെച്ചാലും ഇല്ലെങ്കിലും ഞങ്ങളെപ്പോലുള്ള കുറേ ആളുകൾ ഖത്തറിൻ്റെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സാരമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ കൺസേൺ, മറ്റുള്ളവരുടെ കൺസേണിനെ പറ്റിയിട്ട് എപ്പോഴും ചിന്തിക്കുന്നുണ്ട്. അതാണ് ഞങ്ങളുടെയൊക്കെ ജീവിത വിജയം ആവേണ്ടതെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. എൻ്റെ മാത്രമല്ല, എൻ്റെ ജനറേഷനും ആ പാത സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. നമ്മുടെ കേരളത്തിലെ രക്ഷിതാക്കളോടും കലാപ്രവർത്തന രംഗത്ത് കുട്ടികളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ താങ്കൾ കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം എന്തായിരിക്കും? അല്ല, ഈ പുതിയ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്, കാരണം നമ്മുടെ മക്കൾ ഡോക്ടറോ എഞ്ചിനീയറോ അതുപോലെ വലിയ വലിയ പ്രൊഫഷണൽ കോഴ്സുകളിൽ ചേരണം, പഠിക്കണം, അതുപോലെ വലിയ ഉദ്യോഗസ്ഥന്മാരാവണം എന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷേ ആ ഒരു വലിയ തോന്നലിലേക്ക് അവരുടെ ജീവിത പാത കെട്ടിപ്പടുക്കണമെങ്കിൽ നമ്മളും കുട്ടികളും തമ്മിലുള്ള ബന്ധം
അത് എപ്പോഴും ദൃഢമായിരിക്കണം. കാരണം കുട്ടികളുടെ കാര്യത്തിൽ അച്ഛനും അമ്മയ്ക്കും ചെയ്യാവുന്നതിൻ്റെ പരമാവധി നല്ല കാര്യങ്ങൾ. കാരണം വെച്ചാൽ അവരെ ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ അവർ ഇന്ത്യൻ രാഷ്ട്രീയം പഠിപ്പിച്ചേ പറ്റൂ. എന്താണ് ഇന്ത്യയിൽ നടക്കുന്നത്, എന്താണ് ഇന്ത്യയിൽ നടക്കാൻ പാടില്ലാത്തത്, ഈ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ഞാൻ മനസ്സിലാക്കുന്ന പോലെ തന്നെ എൻ്റെ മക്കളും മനസ്സിലാക്കണം. കാരണം അവരുടെ ഈ മനസ്സിലാക്കലിൽ നിന്ന് മാത്രമാണ് ഒരു പുതിയ ഇന്ത്യ അല്ലെങ്കിൽ ഒരു പുതിയ സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ നമ്മളുടെ മക്കളുടെ പങ്കുകൂടി വരുള്ളൂ. ഇപ്പോൾ ഒരു വെറുതെ ഡോക്ടറായി കുട്ടി പഠിച്ച് വലിയ ഡോക്ടറായി അല്ലെങ്കിൽ വലിയ എഞ്ചിനീയർ ആയതുകൊണ്ട് മാത്രം അവനെ കൊണ്ട് ഒരു സമൂഹത്തിനോ അല്ലെങ്കിൽ ഈവൻ അവൻ്റെ കുടുംബത്തിന് പോലും ഒരു നന്മ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പലപ്പോഴും രക്ഷിതാക്കളോട് പറയാനുള്ളത്, നിങ്ങൾ വേറിട്ട് നിൽക്കരുത്. നിങ്ങളും നിങ്ങളുടെ കുടുംബവും അതുപോലെ തന്നെ ആ കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളും തമ്മിലുള്ള സുരക്ഷിതമായ ബന്ധം എന്ന് പറയുന്നത് വെച്ചാൽ പല വിഷയങ്ങളുണ്ടാകും. ഒരു കുടുംബത്തിലാകുമ്പോൾ ചില ആളുകൾക്ക് മാത്രം പ്രത്യേക സാമ്പത്തിക സ്രോതസ് ഉണ്ടാവും, ചില ആളുകൾക്ക് സാമ്പത്തിക സ്രോതസ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ പല വിഷയങ്ങൾ നമ്മുടെ വീട്ടിലും അല്ലെങ്കിൽ നമ്മൾ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറ്റി നിർത്തിയിട്ട് ഒരു സഹവർത്തിത്വം അതുപോലെ സുരക്ഷിതമായ ഒരു മേഖല കെട്ടിപ്പടുക്കുന്നതിൽ നല്ല പങ്ക് നമ്മൾ വഹിക്കുന്നു. അതിനെപ്പറ്റി നമ്മളെ മക്കളെ ബോധവാന്മാരാക്കുന്നു. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അല്ലാതെ നമ്മുടെ മക്കൾ ഡോക്ടറായി എഞ്ചിനീയറായി എന്നിട്ട് അവൻ അമേരിക്കയിൽ പോയി യൂറോപ്പിൽ പോയി അവൻ എനിക്കിപ്പോൾ കത്തയക്കാറില്ല എന്നതിനേക്കാൾ നല്ലത് അവരെ നല്ല സമൂഹത്തോട് ബന്ധമുള്ള മക്കളായി വളർത്താനുള്ള ഒരു ശ്രമമാണ് എല്ലാ പേരൻസും ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ ഫിസിക്സ് പഠിക്കണം, കെമിസ്ട്രി പഠിക്കണം, മാത്സ് പഠിക്കണം, സോഷ്യോളജി പഠിക്കണം, ജിയോളജി പഠിക്കണം. അതിനോടൊപ്പം തന്നെ കുറേ ജനറലായിട്ടുള്ള നല്ല കാര്യങ്ങൾ പഠിക്കണം. അവർ പത്രങ്ങൾ വായിക്കണം, ന്യൂസ് കേൾക്കണം. വെറും ടി വിയിൽ കാണുന്ന സീരിയലുകളോ അല്ലെങ്കിൽ സിനിമകളോ മാത്രമല്ല നമ്മുടെ മക്കൾ കാണേണ്ടത്. അതുപോലെ അവർ ലാപ്ടോപ്പിലിരുന്ന് വെറും ചാറ്റ് ചെയ്യേണ്ടവരാവാൻ പാടില്ല, ഗെയിംസ് കളിക്കേണ്ടവരാവാൻ പാടില്ല. അവർ ലാപ്ടോപ്പിലിരുന്ന് ചൊവ്വാഗ്രഹത്തെ പറ്റിയും മംഗളയാനെ പറ്റിയിട്ടും അതുപോലെ തന്നെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞന്മാരെ പറ്റിയിട്ടും ഇന്ത്യയുടെ രാഷ്ട്രീയ ശില്പികളെ പറ്റിയിട്ടും പഠിക്കാൻ കൂടി കേൾപ്പുള്ള മക്കളായിരിക്കണം. അതിൻ്റെ ശ്രമം അച്ഛൻ്റെയും അമ്മയുടെയും ഭാഗത്തുനിന്നുണ്ടാവണം. ഇത്രയും വിലപ്പെട്ട സമയം ഞങ്ങളുമായി സഹകരിച്ചതിൽ വളരെ നന്ദി. അതോടൊപ്പം തന്നെ സ്കിൽസ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ ഇനിയും വലിയ വലിയ ഉയർച്ചകൾ താണ്ടട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.